പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണയെ ചെറുക്കാൻ ഏവരും നിർദ്ദേശങ്ങളും കർശന നിയന്ത്രണങ്ങളും കടുപ്പിച്ചു തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ 2 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 2 കോടിയോളം രൂപ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാമെന്ന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുന്നറിയിപ്പുകൾ ആവർത്തിച്ചിട്ടും ചിലർ അവഗണിക്കുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കുമെന്നും ദുബായ് പോലീസ് പറയുകയുണ്ടായി. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും മറ്റും ഓർമ്മിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ നടത്തി വരികയാണ്. വ്യക്തികൾ തമ്മിൽ അടുത്തിടപഴകാതിരിക്കുന്നതാണ് സുരക്ഷിതം. നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുകയും വേണം. സമൂഹത്തിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം സൗദിയിൽ ലോക്ക്ഡൌൺ 12 വരെ നീട്ടിയിരിക്കുകയാണ്. സൗദി അറേബ്യയിലും ഇന്നു മുതൽ ഭാഗിക ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കും. 13 പ്രവിശ്യകളിൽ കഴിയുന്നവർ മറ്റ് പ്രവിശ്യകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു. കർഫ്യൂ കാലയളവായ ഏപ്രിൽ 12 വരെ പ്രവേശന വിലക്കും തുടരുന്നതായിരിക്കും. മക്ക, മദീന, റിയാദ് എന്നീ നഗരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും തടഞ്ഞിട്ടുമുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ 3 നഗരങ്ങളിൽ ആവശ്യമെങ്കിൽ മുഴുസമയ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ട വിഭാഗത്തിന് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ആരോഗ്യ സുരക്ഷാ അടിയന്തര സേവന വിഭാഗങ്ങളെ ഭാഗിക ലോക്ക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കർഫ്യൂ നിയമം ലംഘിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്ക് 5 വർഷം തടവും 30 ലക്ഷം റിയാൽ പിഴയും ശിക്ഷ ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം ഒമാനിൽ 10,000 റിയാൽ വരെ പിഴ ഈടാക്കുന്നതായിരിക്കും. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കോവിഡ് പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പരമോന്നത സമിതിയുടെ മുന്നറിയിപ്പ്. സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർ പുറത്തിറങ്ങുകയോ മറ്റുള്ളവരുമായി ഇടപഴകുകയോ ചെയ്യരുത്. നിയമം ലംഘിച്ചാൽ ചുരുങ്ങിയത് 3 മാസം, പരമാവധി 1 വർഷവും തടവോ 1000 റിയാൽ മുതൽ 10,000 റിയാൽ വരെ പിഴയോ, രണ്ടും ഒരുമിച്ചോ ആണ് ശിക്ഷ ലഭിക്കുക. വിദേശിയാണ് പിടിയിലാകുന്നതെങ്കിൽ നാടുകടത്തലടക്കമുള്ള ശിക്ഷയും ഉണ്ടാകും. രോഗബാധിതരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ബഹ്റൈനിൽ ഇന്ന് വൈകിട്ട് 7 മുതൽ അവശ്യ സാധനങ്ങളല്ലാത്തവ വിൽക്കുന്ന കടകളെല്ലാം അടയ്ക്കുകയും ചെയ്യും. ഏപ്രിൽ 7 വരെ അടച്ചിടാനാണ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, കൊമേഴ്സ് ആൻഡ് ടൂറിസം അധികൃതരുടെ നിർദ്ദേശം ലഭ്യമായിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റ്, ബാങ്ക്, ബേക്കറി, ഫാർമസി, കോൾഡ് സ്റ്റോറേജ് എന്നിവ പ്രവർത്തിക്കും. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജോലി, ആശുപത്രി, മരുന്നും അവശ്യ വസ്തുക്കളും വാങ്ങുന്നത് എന്നിവയുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം. വീടുകൾക്ക് മുമ്പിലും മറ്റും 5-ൽ കൂടുതൽ ആളുകൾ കൂടി നിൽക്കരുത്. പാർക്കുകളിലും ബീച്ചുകളിലും പ്രവേശനമില്ല. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ മുൻകരുതൽ നടപടികൾ ഉറപ്പുവരുത്തണം. ചടങ്ങുകൾ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമായി പരിമിതപ്പെടുത്തണം. ഷോപ്പിംഗ് സെന്ററുകളിലും പൊതുസേവന മേഖലകളിലും ഗതാഗത മേഖലകളിലും വ്യക്തികൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കണം. ഭക്ഷ്യവസ്തുക്കളും മറ്റും വാങ്ങുന്നതിന് ഹോം ഡെലിവറി സംവിധാനം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊറോണയെ ചെറുത്തു നിൽക്കാനും കൊറോണയ്ക്കെതിരെ പടപൊരുത്താനും ഇത്തരം നിയന്ത്രണങ്ങൾ ആവശ്യം തന്നെയാണ്. അതിനാൽ തന്നെ ഓരോ പ്രവാസികളും ഇത് കർശനമായി തന്നെ പാലിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.